പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചക്കട്ടാർ പഞ്ചായത്ത് പൂഴിത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കർഷകനാണ്. ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ ഇപ്പം കാണിക്കാനുള്ളത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു 1.5 ഏക്കർ പറമ്പാണ് ഈ കാണുന്നത്. ഇതെന്താ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ സംശയിക്കുമായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ പുള്ളിക്ക് ഈ 1.5 ഏക്കറിൽ 80 തെങ്ങായിരുന്നുള്ളത്. തെങ്ങെന്ന് വെച്ചാൽ നമ്മുടെ സയൻസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 44 ഓലയെങ്കിലുള്ള തെങ്ങ്, നല്ല ആരോഗ്യമുള്ള തെങ്ങും അതിൽ നിന്ന് ആവറേജ് ഒരു 100-125 തേങ്ങ കിട്ടുമെന്നാണ് കണക്ക്. അങ്ങനെയുള്ള തെങ്ങയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മച്ചിങ്ങ പോലും കാണാനില്ല, എല്ലാം കുരങ്ങ് നശിപ്പിച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ ഈ പുള്ളിയെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ഒരു ആനക്കൂട്ടം വന്ന് കയറി ഇതിൻ്റെ അകത്ത് 24 തെങ്ങുകൾ 2018 കുത്തിമറിച്ച് നശിപ്പിക്കുകയുണ്ടായി. അത് ഞാനിപ്പം പറഞ്ഞു വരുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പുള്ളി ഇത്രയും തെങ്ങാണ്, ഇപ്പം അതിൻ്റെ ബാക്കി ഒരു 50ഓളം തെങ്ങ് ഇതിൻ്റെ അകത്തുണ്ട്. ആ തെങ്ങന്ന് അദ്ദേഹത്തിന് കിട്ടിയ തേങ്ങയാണ് 44 തേങ്ങ. ജ്യേഷ്ഠന് എന്നോട് പറഞ്ഞു, ഞാൻ 2 ദിവസം മുമ്പേ ഇവിടെ ഇങ്ങനെ ഒരു തേങ്ങ പറിച്ച് ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ എടുക്കാൻ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പം കണ്ട കാഴ്ചയാണ്. അതിലിപ്പം ബാക്കി എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങയും അവിടെ പന്നി പൊതിച്ചിട്ട 2 തേങ്ങയും. 44 തേങ്ങയിൽ 41 തേങ്ങയും 3 ദിവസം കൊണ്ട് ഇത് തീർത്തിട്ട് അത് മൂടി വെച്ച ഒരു പ്ലാസ്റ്റിക്കും അതിനുശേഷം അത് നിറച്ച് വെച്ച ചാക്കിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാനിതെല്ലാം ഈ അവസരത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കണ്ടമാനം ലോണുകൾ എടുത്തിട്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഇവിടെ ഈ മലപ്രദേശത്ത് കർഷകർ കൃഷി ചെയ്യുന്നത്. ഇപ്പം ലോണിൻ്റെ അടവടയ്ക്കാനായപ്പം ബാങ്കുകാർ വിളിക്കുന്നു, ജപ്തി പറയുന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ബാങ്കിൽ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത കർഷകർക്ക് വലയുക. എങ്ങനെ അടയ്ക്കാനാ കർഷകർ? ഇങ്ങനെ ആവറേജ് ചെയ്തതെന്ന് ഈ ഒരു വർഷം ഈ ആനയോ കുരങ്ങിൻ്റെ ശല്യം ഇല്ലായിരുന്നപ്പോൾ 6000 തേങ്ങ വരെ ഒരു വർഷം കിട്ടിക്കുന്ന പറമ്പിൽ നിന്ന് പുള്ളിക്ക് ആകെ കിട്ടിയത് ഈ 46 തേങ്ങയാണ്. ഇതുകൊണ്ട് എങ്ങനെ ഒരു കർഷകന് ബാങ്ക് ലോണും അവൻ്റെ കുടുംബവും പോറ്റും? അതുപോലെ തന്നെ മറ്റൊരു ദയനീയമായ കാഴ്ചയാണ്. ഇത് 50 മാവുകൾ മാത്രമുള്ളൊരു തോട്ടമാണ്. ഇതിൻ്റെ അകത്ത് ഒരു 4 വർഷം മുമ്പ് വരെ നമുക്ക് 4 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്ന ഒരു മാവും തോട്ടമായിരുന്നു. അതുപോലെയാണ് ഇപ്പം പൂത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇന്ന് ഡേറ്റ് ഡിസംബർ 16-ാം തീയതിയാണ്. ഇപ്പോഴേ മാവ് പൂത്ത് ഉണ്ണിമാങ്ങ അതുപോലെ ഇതിലേക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ കിട്ടുന്ന ഈ മാവും തോട്ടത്തിൽ നിന്ന് കുറച്ച് നാളുകളായിട്ട് കുരങ്ങൻ്റെ ആക്രമണം കാരണം നമുക്ക് ഒരു 10,000 രൂപയുടെ പോലും വരുമാനമില്ലാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്ത് ജീവിക്കണം? അതിന് മറുപടി ആരാണ് പറയേണ്ടത്? വനം വകുപ്പാണ് ഇതിനെല്ലാം കാരണക്കാരെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് താഴെക്കടയിലുള്ള വനം വകുപ്പ് ജീവനക്കാരെ കുറ്റം പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ISF കാരുണ്ട്. എറണാകുളത്ത് ഫ്ലാറ്റിൽ, ഏറ്റവും വലിയ ഫ്ലാറ്റിൽ 100 നിലയുടെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ താമസിച്ച് ഒരു കൊതുകിൻ്റെ കടി പോലും ഏൽക്കാതെ, ഒരു എലിയുടെ കിറുകിറുപ്പ് പോലും കേൾക്കാതെ സുഖവാന്മാരായി ജീവിക്കുന്ന 6 ശമ്പളമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ പിന്നിൽ. ഇവർ ഈ കാർബൺ ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ പറഞ്ഞ് മലപ്രദേശത്തെ കർഷകരെ കുടിയിറക്കി ഇവിടെ കേരളം മുഴുവൻ വനമാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കുള്ള അഭിപ്രായം, കേരളം മൊത്തം വനമാകട്ടെ, ഇവന്മാരടക്കം ഇവിടുന്ന് മാറിപ്പോട്ടെ. അതല്ലേ ഏറ്റവും സുഖം. ഈ മലയോരത്തെ കർഷകരെ മാത്രം മാറ്റിക്കൊണ്ട് ഇവർ ഈ കാർബൺ ഫണ്ട് വാങ്ങിയെടുക്കാൻ നോക്കട്ടെ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മൊത്തം വനമാക്കിയിട്ട് ഈ ഇന്ത്യയിലുള്ള എല്ലാ ആനയും കുതിരയും പട്ടിയും പൂച്ചയും എല്ലാം ഇവിടെ കൊണ്ടേ താമസിപ്പിക്കട്ടെ. അതല്ലേ ഒന്നുകൂടെ സുഖം. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു 10,000 രൂപ ഒരു മാവിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട്, അവന് 10,000 രൂപ കൊടുക്കണം. ഇത് കുരങ്ങ് തിന്നോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇവിടുത്തെ കർഷകരുടെ എല്ലാവരുടെയും പറമ്പിൽ പോയിട്ട് എന്തെല്ലാം വരുമാനം ഉണ്ടെന്ന് നോക്കുക, അവർക്ക് അതിനുള്ള സംഖ്യ കൊടുക്കുക. ഒരു തെങ്ങിന് 100 തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 25 റുപ്യ ഒരു തെങ്ങിനുണ്ട്. 2,500 റുപ്യ ഒരു തെങ്ങെന്ന കണക്കിൽ ഇവർ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടുത്തെ കർഷകർ ഇവിടെ ജീവിക്കും. ഞങ്ങളെ പുലി പിടിച്ചോട്ടെ, കടുവ പിടിച്ചോട്ടെ, അത് പിടിക്കാതെ ഞങ്ങൾ നോക്കും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് കൊക്കോ കൃഷിയെക്കുറിച്ചാണ്. ഇതുപോലത്തെ 700 കൊക്കോ ഉണ്ട് ഈ പറമ്പിൽ. ഇതുപോലെ ആക്കിയെടുക്കാൻ ഈ വർഷത്തെ ഇതിൻ്റെ മുതൽ മുടക്ക് എന്താണെന്ന് ചോദിച്ചാൽ 45,000 രൂപയുടെ വളവും അതുപോലെ ഇതിന് പ്ലാറ്റ്ഫോം കുറച്ച് ഇടിച്ച് മണ്ണ് താഴേക്കിടുന്നതിന് ഒരു 55,000 രൂപ ചിലവുള്ളതാണ്. അങ്ങനെ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് മുടക്കുള്ള എനിക്ക് കിട്ടുന്നത് ഇവിടുന്ന്
ന്യായ പൈസ എനിക്ക് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് കൊക്കോയുടെ വില കിലോയ്ക്ക് 170 രൂപ പച്ചക്കായ്ക്ക്, ഉണക്കയ്ക്ക് 750 രൂപയുണ്ട്. ആവറേജ് ഒരു കൊക്കോക്കായ എന്ന് വെച്ചാൽ 250 ഗ്രാം പച്ചക്കുരു ഉണ്ടാകുന്നതാണ് പറയുന്നത്. അന്നേരം തന്നെ നിങ്ങൾ കണക്കൂട്ടി നോക്കാം, 30 രൂപയുടെ മുകളിൽ ഒരു കായുടെ വില വരുന്നുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഈ മരത്തിൽ നിന്ന് ഒരൊറ്റ കായും കിട്ടുന്നില്ല. എല്ലാം കുരങ്ങൻ കൊണ്ടുപോവുക. ഇതാ ഒരൊറ്റ കായ് ഈ പ്രദേശത്ത് ഒരു കൊക്കോയിലും കാണാനില്ല. 700 കൊക്കോ വെച്ച് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും കിട്ടാനില്ല. ഇതെല്ലാം കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു മണ്ടൻ കർഷകനാണ് എനിക്ക് സാധിക്കില്ല. കർഷകർ എല്ലാവരുടെയും ചിന്ത അത് തന്നെയാണ്. ഇതിനെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു നടപടി ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ നാട്ടിലിറങ്ങുന്ന ഒറ്റ മൃഗത്തെയും ഞങ്ങൾ വെറുതെ വിടില്ല. അതിനെ കൊന്നു തന്നെ തീർക്കും. എണ്ണം കൂടുതലുണ്ടെന്ന് തന്നെ അതിനെ നിയന്ത്രിക്കുക തന്നെ ചെയ്യേണ്ടേ, കൊന്നു തന്നെ നിയന്ത്രിക്കണ്ടേ. അല്ലാണ്ട് ഇവിടുന്ന് പിടിച്ച് വേറൊരാടെ പറമ്പിൽ കൊണ്ട് വിട്ടിട്ട് കർഷകരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇതിലെ കൊക്കോക്കായുടെ ഒക്കെ ഒരു വലുപ്പം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇതിൻ്റെ പച്ചക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 ഗ്രാമിൻ്റെ മുകളിലോട്ടുണ്ടാകും. ഇന്ന് 170 രൂപയാണ് ഇതിൻ്റെ പച്ചക്കായുടെ വില. 17 രൂപ 100 ഗ്രാമിന്. നിങ്ങൾ കണക്കൂട്ടി നോക്കുക, 34 രൂപയ്ക്കുണ്ടാവും ഈ ഒരു കായ. തേങ്ങയ്ക്ക് ഇന്ന് 25 രൂപയേ ഉള്ളൂ. അന്നേരം ഈ ഒരു കൊക്കോയെന്നൊക്കെ ഇതിങ്ങനെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവറേജ് ഒരു 150 കായൽ മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുള്ള കൊക്കോകളാണ്. ഇതെല്ലാം ഹൈബ്രിഡ് കൊക്കോയാണ്. അതിന് 100% സാധ്യതയുണ്ട് ഇതൊക്കെ കിട്ടാൻ. ഇപ്പം തന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾ നോക്കിക്കോ, ഇവർ കൊക്കോ പൂവിട്ട് തുടങ്ങിയുള്ളൂ. ഇപ്പം അനുകൂല കാലാവസ്ഥയാണ്, നല്ല മഞ്ഞും വെയിലും ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം പിടിക്കും. ഈ ഒരു കൊമ്പയിൽ തന്നെ ഇപ്പം 8 കായായി. അതുപോലെ ഇതിൻ്റെ തടികളെല്ലാം ഇതുപോലെ കായ്ച്ചു വരിക. ഇവിടെ എല്ലാം കുഞ്ഞു കായകളുണ്ട്. ഇന്ന് കണക്ക് കൂട്ടിക്ക് നമുക്ക് കുരങ്ങന്മാർ, അതായത് വനം വകുപ്പുകാർ മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടം. നമ്മളങ്ങനെ എനിക്ക് 3 കുട്ടികളും അമ്മയും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണുള്ളത്. അവരുടെ വിദ്യാഭ്യാസമുണ്ട്, അവരുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാനെങ്ങനെ സാധിപ്പിക്കും? ബാങ്ക് ലോണുണ്ട്. ഇതൊന്നും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഞാനിപ്പം വഴിമുട്ടി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പോരാട്ടം എന്ന യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസം ഈ കർഷകരുടെ ദുരിത കാഴ്ചകളാണ് ഞാൻ വിവരിച്ചിരിക്കുന്നത്. എൻ്റെ വല്യപ്പൻ 95 വർഷം മുമ്പ് കോട്ടയം ജില്ലയിലെ കപ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ സ്വത്ത് വിറ്റ് ഇവിടെ കൂത്താളി തമ്പായിമാരോട് പണം കൊടുത്തോ വാങ്ങിയ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നതും കൃഷി ചെയ്യുന്നതും. എൻ്റെ ഈ പുരയിടവുമായിട്ട് കിലോമീറ്റർ അകലമാണ് വനമുള്ളത്. എനിക്ക് ഇത്ര അകലത്തിൽ പോലും കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് വനം വകുപ്പാണ്. അവർക്ക് കാർബൺ ഫണ്ട് അടിച്ചു മാറ്റണമെന്നുള്ള ഉദ്ദേശമല്ലാണ്ട് ഈ മലയോരത്തെ കർഷകരെ കുടിയിറക്കി അവരുടെ സാമ്രാജ്യം വർദ്ധിപ്പിക്കണമെന്നുള്ള ഉദ്ദേശമല്ലാണ്ട് ഉദ്ദേശമല്ലാണ്ട് യാതൊന്നും കർഷകർക്കോ കർഷക തൊഴിലാളികൾക്കോ ഗുണം ചെയ്യുന്ന യാതൊരു സംഭവവും അവരുടെ ഭാഗത്തു നിന്നില്ല. അങ്ങനെ നിരന്തരം കർഷകരെ പീഡിപ്പിക്കുന്ന ആ അവസരത്തിലാണ് ഇപ്പം പുതിയ വനനിയമം കൂടെ ഇറക്കി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു നീക്കം നടക്കുന്നത്. അതിനെതിരെ പൊതുജനങ്ങളും കർഷകരും കർഷക തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഇറങ്ങി അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരാവശ്യമാണ്. ഞാനൊരു കർഷകനാണ്. എൻ്റെ ഭാഗത്തു നിന്ന്, എൻ്റെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ വിനയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ ഒന്നും കൂടെ മടിക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.